ഹലോ മീഗോസ്, ഓല ഇലക്ട്രിക് മോട്ടോർസൈക്കിൾസ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം ഓല 4 ഇലക്ട്രിക് മോട്ടോർസൈക്കിൾസിൻ്റെ കൺസെപ്റ്റ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 4 സെഗ്മെൻറ്റിൽ വരുന്ന രീതിയിൽ 4 മോട്ടോർസൈക്കിൾസ്. ഈ ഒരു 4 വണ്ടികളുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത് വെറും കൺസെപ്റ്റിൽ ഒതുങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ 4 മോട്ടോർസൈക്കിളിലെ ഒരു മോട്ടോർസൈക്കിൾ സീരീസിൻ്റെ ലോഞ്ച് ഓല ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ബാക്കിയുള്ള മോട്ടോർസൈക്കിൾസിലും വൈകാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിൽ ഓല അവരുടെ വേറെ പല കാര്യങ്ങളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും മെയിനായിട്ട് ഈ മോട്ടോർസൈക്കിൾസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇറ്റ്സ് മീ ഫ്രാങ്കോ, വെൽക്കം ബാക്ക്. ഓല ഇലക്ട്രിക്. ഓലനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരാൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ മാർക്കറ്റിൽ ഒരു വലിയ റവല്യൂഷൻ ഉണ്ടാക്കിയ കമ്പനിയാണ് ഓല. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും ഓലനെ കുറിച്ച് അറിയുന്നുണ്ടാവും. പിന്നീട് പല പ്രശ്നങ്ങളും ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസും സർവീസ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും ഓല അവരുടെ ഡിസൈനും ഇപ്പം Gen 2 ഒക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഒരു ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ഒരു റവല്യൂഷൻ ഉണ്ടാക്കിയെടുത്തത് ഓല തന്നെയാണ്. ആ ഒരു സെയിം സംഭവം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് അവർ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ രീതിയിലാണ് അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും സംഭവങ്ങളൊക്കെ. കാരണം ഇതുവരെ ഇന്ത്യയിലൊരു പ്രോപ്പർ പക്ക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വന്നിട്ടില്ല. ആകെ ഉള്ളത് നമ്മുടെ അൾട്രാവയലറ്റ് ആണ്, അൾട്രാവയലറ്റിൻ്റെ F77. ബാക്കിയുള്ളതൊക്കെ ഡിസൈൻ വൈസ് ആയാലും ഒക്കെ പല വണ്ടികൾ, നമ്മുടെ നിഞ്ച 300 അതുപോലെ ഡ്യൂക്കിനൊക്കെ മോക്ക് ചെയ്ത രീതിയിലുള്ള ഡിസൈനിലൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അത് ടിപ്പിക്കൽ മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിലേ തോന്നുള്ളൂ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഓല ഈ ഒരു 3 മോട്ടോർ സൈക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മോട്ടോർ സൈക്കിൾസിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനു മുമ്പ് ഈ ഒരു അനൗൺസ്മെൻറ്റ് ഇവൻറ്റിൽ ഓല വേറെ പല കാര്യങ്ങളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓലയുടെ കുറച്ച് പുതിയ ഇൻവെൻഷൻസും അതുപോലെ കുറച്ച് പുതിയ ടെക്നിക്കൽ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് മോട്ടോർ സൈക്കിളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഓല ഒരു പുതിയ സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓല തന്നെ മേക്ക് ചെയ്യുന്നൊരു സെല്ല്, ഭാരത് സെൽ എന്നാണ് അവർ അതിന് പേരിട്ടിട്ടുള്ളത്. 4680 സെല്ലാണ് വരുന്നത്. അതായത് നമ്മുടെ നോർമൽ ക്ലോക്കിലും നമ്മുടെ TV റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെക്കാട്ടിലും കുറച്ച് സൈസ് കൂടിയ ബാറ്ററിയാണ് ഇപ്പോൾ നമ്മൾ കറന്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസിലും ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയിലുള്ള സെല്ല്. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസ് കൂടിയതാണ് ഈ ഒരു ഓല പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാരത് സെല്ല്. ഓല ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു സെല്ല് 5 times മോർ എനർജി സ്റ്റോർ ചെയ്യാനും 1.5 times ഫാസ്റ്റർ ആണ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെല്ല് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 10% മോർ റേഞ്ചും നമുക്ക് ഈ ഒരു സ്കൂട്ടറിനും മോട്ടോർ സൈക്കിൾസിനൊക്കെ കിട്ടും. ഈ ഒരു സെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ റിസർച്ചും ഒരുപാട് ടെക്നോളജീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അവർ പറയുന്നത് 70+ പേറ്റൻസ് ഈ ഒരു സെല്ലിനും വേണ്ടിയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവർ ഈ ഒരു സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ ഇത് വന്നാലേ അറിയുള്ളൂ. 2026 ഫസ്റ്റ് ക്വാർട്ടറോട് കൂടിയിട്ട് ഈ സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ പല ഭാഗത്തും പുതിയ വണ്ടികളും കാര്യങ്ങളൊക്കെ അടുത്ത കൊല്ലം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ സെല്ലും വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അടുത്ത കൊല്ലമാണോ അതോ 2026 എന്നുള്ളത്. അതിനെക്കുറിച്ച് കറക്റ്റ് അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഓല പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, ഈ ഒരു ബാറ്ററി സെല്ല് ഉപയോഗിച്ചുകൊണ്ട് ഓല ചെറിയ മൈക്രോ ഗ്രിഡ്സ് ഉണ്ടാക്കും. മൈക്രോ പവർ ഗ്രിഡ്സ്, അതായത് ഇപ്പോൾ ചെറിയ വില്ലേജ് അല്ലെങ്കിൽ ചെറിയ വില്ലകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പവർ ഗ്രിഡ്സ് അവർ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഈ സെല്ല് വെച്ചിട്ട് അത്രക്കും എഫിഷ്യൻ്റായിട്ട് പവർ സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്നാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. അതിനുശേഷം ഈ മൈക്രോ ഗ്രിഡ് പിന്നെ അവർ കുറച്ചും കൂടെ എൻലാർജ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും വലിയ വലിയ സോളാർ പവർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതായത് സോളാർ ആയതുകൊണ്ട് തന്നെ പകലേ നമുക്ക് കിട്ടുള്ളൂ. അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഓല ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു ബാറ്ററി വെച്ചിട്ട് അവരൊരു വലിയ ലാർജർ പവർ ഗ്രിഡ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു സോളാർ എനർജി സ്റ്റോർ ചെയ്തിട്ട് അത് രാത്രിയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാനുകളാണ്. ഇതിൻ്റെ കൂടെ തന്നെ അവർ മറ്റൊരു പ്ലാനും
പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ സോളാർ പവറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹോം, ഒരു വീട്, അതായത് ഫുള്ള് സോളാർ സെറ്റ് ചെയ്തിട്ട് സോളാർ എനർജി മാത്രം യൂസ് ചെയ്യുന്ന വീടുകൾ. അപ്പോൾ നമുക്കറിയാം രാത്രി നമ്മൾ കുടുങ്ങിപ്പോകും, കാരണം രാത്രി സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ ഒരു സംഭവം കിട്ടൂല. അപ്പോൾ അതിന് അവർ ഒരുപാട് സ്വാപ്പബിൾ സെല്ലുകൾ ഉണ്ടാക്കിയിട്ട് ഈ സ്വാപ്പബിൾ സെല്ല് നമുക്ക് സ്കൂട്ടറിലും ഉപയോഗിക്കാം. അതുപോലെ ഈ സാധനം നേരെ സ്കൂട്ടറിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പ് ഉണ്ട്, അതിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വീടിനും ഈ സെയിം പവർ തന്നെ യൂസ് ചെയ്യാം. അതായത് ഒരു വീട്ടിലെ സോളാർ പാനൽ ഉപയോഗിച്ച് നമ്മൾ പകൽ സ്റ്റോർ ചെയ്യണ ഈ ഒരു എനർജി കൊണ്ട് ഈ സ്വാപ്പബിൾ ബാറ്ററി വെച്ചിട്ട് നമുക്ക് സ്കൂട്ടറും അതുപോലെ തന്നെ നൈറ്റ് വീടും ഉപയോഗിക്കാം, പകല് സോളാർ എനർജിയും ഉപയോഗിക്കാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു റിന്യൂവബിൾ എനർജിയിൽ യൂസ് ചെയ്യുന്ന ഒരു വീട് അല്ലെങ്കിൽ ഒരു യൂസ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതും അവർ ഓല ഇതിൻ്റെ കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്നാ വരിക എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആ ഒരു അനൗൺസ്മെന്റിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും ബാറ്ററി ഇറങ്ങിയതിന് ശേഷമായിരിക്കും ഈ സംഭവങ്ങളൊക്കെ വരിക, ഓരോ കൊല്ലമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് ഓലയുടെ OS MoveOSന്റെ വെർഷൻ 5 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ കുറേ യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഉള്ളതിൽ കുറേ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കുറേ പ്രോബ്ലംസും സോഫ്റ്റ്വെയർ ഇഷ്യൂസൊക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും പുതിയ OS വരിക. അതിൻ്റെ കൂടെ തന്നെ അവർ ഗ്രൂപ്പ് നാവിഗേഷൻ ഷെയറിങ്, നമ്മുടെ TPMS അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഒരു AI വെച്ചിട്ടുള്ള ഒരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഓലയുടെ തന്നെ പുതിയ AI സിസ്റ്റം കൃത്രിം, അതിലേക്ക് വരാം. കൃത്രിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI സിസ്റ്റം ഉണ്ട്, അതും ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ഓല പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പെർഫോമൻസ് ചേഞ്ചുകളും ഈ ഒരു സോഫ്റ്റ്വെയറിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബീറ്റ വെർഷൻ ഈ ഒരു ദീപാവലിയിൽ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തുനിന്ന് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ദീപാവലിയിൽ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ ഓല കൊണ്ടുവന്ന മറ്റൊരു കാര്യം, ഒരു AI സിസ്റ്റം, ഒരു പുതിയ AI സിസ്റ്റം, ഇന്ത്യൻ മെയ്ഡ് AI സിസ്റ്റം ഓല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കൃത്രിം എന്നാണ് അതിൻ്റെ പേര് എടുത്തിട്ടുള്ളത്. 4 ലെവൽസിലായിട്ടാണ് ഈ ഒരു AI സിസ്റ്റം വർക്ക് ചെയ്യാം. കൺവെർസേഷണൽ AI, പ്രോബ്ലം സോൾവിങ് AI, ഓട്ടോണമസ് ഏജൻറ്റ് AI, അതുപോലെ ഓർഗനൈസേഷണൽ AI, ഇങ്ങനെ ഈ 4 ലെവലിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു AI സിസ്റ്റം ഓല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ ഇന്ത്യനെ വേൾഡ് വൈഡ് അറിയുന്ന രീതിയിലേക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഓല പറയുന്നത്. അതായത് എല്ലാ ലെവലിലും എല്ലാ ടൈപ്പ് ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റവല്യൂഷണറി സംഭവമായിരിക്കും ഈ കൃത്രിം AI എന്നാണ് ഓല പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോണില്ല, AI കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാത്തതുകൊണ്ട്. ഇതിന് ശേഷം പിന്നെ ഓല ഒരു അനൗൺസ്മെൻറ്റ് കൂടെ നടത്തിയിട്ടുണ്ട്, നമ്മുടെ ഓലയുടെ സ്കൂട്ടേഴ്സിൻ്റെ ജനറേഷൻ 3. അപ്പോൾ Gen 3യിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, സ്ട്രക്ചറലായാലും അതുപോലെ ഫീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ പുതിയ ബാറ്ററിയിലൊക്കെ ആയിരിക്കും ജനറേഷൻ 3 എന്നാണ് പറയുന്നത്. അതേപോലെ ഈ AI സിസ്റ്റം, ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു പുതിയ ജനറേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ Gen 3 നെക്സ്റ്റ് ഇയർ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ജനറേഷൻ 3ൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കും കാര്യത്തിലേക്കൊക്കെ പോവാം. ജനറേഷൻ 1 സ്കൂട്ടറിൽ നിന്ന് ജനറേഷൻ 2ലേക്ക് വന്നപ്പോൾ തന്നെ ഡിസൈൻസ് സ്ട്രീംലൈൻ ചെയ്തുകൊണ്ട് 26% മോർ പെർഫോമൻസ് ബൂസ്റ്റും അതുപോലെ 22.5% കോസ്റ്റ് റിഡക്ഷനും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ജനറേഷൻ 3ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇന്നോവേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ യെറ്റ് സ്കെയിലബിൾ എഫിഷ്യൻറ്റ് അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ ഓലക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനും വേണ്ടിയിട്ട് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിയും മോട്ടറും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എല്ലാം തന്നെ ഒരു സിംഗിൾ ബോക്സിലേക്ക് സീംലെസ് ആയിട്ട് അസംബിൾ ചെയ്തെടുത്തു. ഈ ഒരു മെയിൻ ബാറ്ററി ബോക്സിലേക്ക് അലുമിനിയം കാസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ആൻഡ് റിയർ സബ് അസംബ്ലി ഫ്രെയിംസ് ഈ ഒരു മെയിൻ ബാറ്ററി ബോക്സിലേക്ക് അസംബിൾ ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചറൽ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുത്തു. ഈ ഒരു അസംബ്ലി മൊത്തമായിട്ട് നോക്കുമ്പോൾ നോർമലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ബാറ്ററി പാക്ക് എല്ലാം തന്നെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു വണ്ടിയുടെ ഇന്റഗ്രിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഈ ഒരു ഡിസൈൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിലേക്ക് പിന്നീട് ബാക്കിയുള്ള കോമ്പണൻസും പാർട്സും എല്ലാം തന്നെ അസംബിൾ ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ വെച്ച് കസ്റ്റമർ നീഡിനനുസരിച്ച് കൂടുതൽ ഫോം ഫാക്ടേഴ്സ് ആഡ് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം സ്കെയിൽ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതായത് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് പല സെഗ്മെന്റിലേക്കും ഈ ഒരു സ്കൂട്ടർ മാറ്റിയെടുക്കാൻ പറ്റും. കമ്മ്യൂട്ടർ, സ്പോർട്സ്, ടൂറർ, അങ്ങനെ കസ്റ്റമർ നീഡിനനുസരിച്ച് പല ടൈപ്പ് വണ്ടികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ ബാറ്ററി പാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജനറേഷൻ 3 ബാറ്ററി പാക്ക് 4680 ബാരൽ സെല്ലിൽ ഓലയുടെ തന്നെ ഗിഗാബൈറ്റ് ഫാക്ടറികളിൽ നിന്ന് പ്രീ അസംബിൾഡ് ആയിട്ടാണ് വരിക. അതിനുശേഷം ഈ സെല്ലുകളെല്ലാം തന്നെ
തന്നെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ബസ് ബാർസ് വെച്ചിട്ട് ലേസർ വെൽഡ് ചെയ്തിട്ട് അസംബിൾ ചെയ്തെടുക്കും. ഇത് പിന്നീട് പ്ലാസ്റ്റിക് ഷീറ്റ്സ് വെച്ച് ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ട്രക്ചറൽ ബാറ്ററി ബോക്സിലേക്ക് അസംബിൾ ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി ബാക്കിന് ബെറ്റർ ഷോക്ക് റെസിസ്റ്റൻസും അതുപോലെ തന്നെ തെർമൽ എഫിഷ്യൻസിയും ഒക്കെ കിട്ടും. അതുപോലെ 4680 സെൽ ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് സെല്ലിനെക്കാട്ടിലും ഒരുപാട് എനർജി എഫിഷ്യന്റും ആണ് ഈ ഒരു ബാറ്ററി പാക്ക്. ഇനി ജനറേഷൻ 3 മോട്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോട്ടർ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മാഗ്നറ്റ്ലെസ് ആണ്, അതായത് പെർമനൻസ് മാഗ്നറ്റിന് പകരം മാഗ്നറ്റൈസ്ഡ് ഇലക്ട്രിക്കൽ കോയിലാണ് ഈ ഒരു മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഹയർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. Gen 2 കണ്ടുവന്നിരുന്ന പല വയറുകളും പല MCUകളും എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സിമ്പിൾ സെറ്റപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു മോട്ടറിൽ ഉപയോഗിച്ചിട്ടുള്ള പല സാധനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആക്കാൻ ഈ ഒരു Gen 3 വെർഷന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ജനറേഷൻ 1 10 ECU വരെ ഉപയോഗിച്ചിരുന്നു. അതും ഒരു കോംപ്ലക്സ് വയറിംഗ് സിസ്റ്റം ഒക്കെ ആയിട്ടായിരുന്നു. അതിനുശേഷം Gen 2 വരുമ്പോൾ കുറച്ചും കൂടെ വയറിംഗ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു 4 ECU വെച്ചിട്ടുള്ള സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തു. അങ്ങനെ ഇപ്പോൾ Gen 3 വരുമ്പോൾ BMSന്റെയും MCUയുടെയും അതുപോലെ മറ്റ് സംഭവങ്ങളുടെ എല്ലാം തന്നെ ഫംഗ്ഷനാലിറ്റീസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹൈ പെർഫോമൻസ് മൾട്ടി കോർ പ്രൊസസർ ബിൽഡ് ചെയ്തു. ഈ ഒരു സിസ്റ്റം കോംപ്ലക്സ് വയറിങ്ങിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ റിലയബിലിറ്റി കൂട്ടാൻ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് വയർലെസ് ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ ഇനാബിൾ ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഒരു സെൻട്രൽ ബോർഡ് സിസ്റ്റം ആണ്. അതിൽ തന്നെ ഈ ഒരു ഓലയുടെ പുതിയ AI സിസ്റ്റമായ കൃത്രിമം ഒക്കെ ഈ ഒരു ബോർഡിൽ കോമ്പാറ്റബിൾ ആയിട്ടാണ് വരുന്നത്. ഈ എല്ലാ ECUസും MCUസും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു സെൻട്രൽ കമ്പ്യൂട്ട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ മോട്ടോർ സൈക്കിൾസിന്റെ കൺട്രോൾ യൂണിറ്റിനെക്കാട്ടിലും പവർഫുള്ളും എഫിഷ്യന്റും ആയിരിക്കും എന്നാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ജനറേഷൻ 3 വന്നിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു കറന്റ് ഫങ്ഷൻസ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റംസ്, ADAS പോലെയുള്ള അഡ്വാൻസ്ഡ് ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ഒക്കെ ഈ ഒരു വണ്ടിയിൽ കോമ്പാറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കെയിലബിൾ Gen 3. ഈ ഒരു Gen 3 സ്പെക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഓലയുടെ സ്കൂട്ടേഴ്സ് ഈ Gen 3 വരുന്നതോട് കൂടിയിട്ടാണ് ഒരു പെർഫെക്റ്റ് വണ്ടി ആകാൻ പോകുന്നത്. കാരണം അവർ കുറേ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കുറേ ടെക്നോളജീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് സ്കൂട്ടർ എന്ന് പറയാവുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു Gen 3 കൂടിയിട്ടായിരിക്കും ഓല ഒരു പ്രോപ്പർ ഇലക്ട്രിക് സ്കൂട്ടറായി മാറാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ലോഞ്ച് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ പ്രോമിസിങ് ആണ് തോന്നുന്നുണ്ട് ഈ ഒരു ജനറേഷൻ 3. അതുപോലെ തന്നെ ഓല വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ടീസ് ചെയ്തിട്ടുണ്ട്. ഓലയുടെ Gen 3 പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സ്കൂട്ടേഴ്സിന് പുറമെ കുറച്ച് സെഗ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് സ്പോർട്സ് സ്കൂട്ടേഴ്സും അതേപോലെ ടൂറിംഗ് സ്കൂട്ടേഴ്സൊക്കെ ഓല ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് അവർ ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു സ്ട്രക്ചറൊക്കെ അവർ കാണിക്കുന്നുണ്ട് അപ്കമിങ് സ്കൂട്ടേഴ്സിൻ്റെ മോഡൽസ് എന്നുള്ള രീതിയിൽ. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഓല ഈസ് ബിക്കമിങ് മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവർ ഈ ഒരു ഇവൻറ്റിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓല ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓല കഴിഞ്ഞ വർഷം ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്ന 4 മോട്ടോർ സൈക്കിൾസ്, അതായത് 4 സെഗ്മെൻ്റ് ആയിട്ടാണ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഡ്വഞ്ചർ, ക്രൂസർ, സ്പോർട്സ്, അതേപോലെ തന്നെ റോഡ്സ്റ്റർ. ഇതിൽ ഈ റോഡ്സ്റ്റർ സെഗ്മെൻറ്റിലെ 3 ബൈക്സാണ് ഓല ലോഞ്ച് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇതൊരൊറ്റ സെയിം പ്ലാറ്റ്ഫോമിലുള്ള 3 വേരിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ പ്ലാറ്റ്ഫോമിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. ഇപ്പോൾ കറന്റ് ഉള്ള മോട്ടോർ സൈക്കിൾ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു മോഡുലാർ, സ്കെയിലബിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഓല ഈ ഒരു മോട്ടോർ സൈക്കിൾ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള, ഒരു ബെറ്റർ സേഫ്റ്റി കിട്ടുന്ന, ഒരു ബെറ്റർ റൈഡിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ ഓല കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിന്റെ ബാറ്ററി പാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി പാക്കിൽ വയറിംഗ് എല്ലാം തന്നെ വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് എനർജി ലോസുകൾ പ്രിവെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻസിയും റേഞ്ചൊക്കെ ഈ ഒരു ബാറ്ററി പാക്കിൽ തരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബാറ്ററി പാക്ക് ഫ്യൂച്ചറിൽ ഓല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 4680 ബാരറ്റ് സെല്ല് കോമ്പാറ്റബിൾ ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡുലാർ ബാറ്ററി ആർക്കിടെക്ചർ 2.5 kWh മുതൽ 7.5 kWh വരെ കപ്പാസിറ്റി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ബസ് ബാസും MCUസും അതുപോലെ ചാർജേഴ്സും എല്ലാം തന്നെ വളരെ ക്ലോസർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ബാറ്ററി പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു സിസ്റ്റം. ഈ ഒരു ഇന്റഗ്രേഷൻ വയറിംഗ് വളരെയധികം കുറക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പവർ ലോസ് കുറക്കാനും ബെറ്റർ എഫിഷ്യൻസി ഉണ്ടാക്കാനും ഈ ഒരു ഡിസൈനിന് പറ്റുന്നുണ്ട്. അതുപോലെ മോഡേൺ
കൺസോൾ ഫീച്ചേഴ്സും സ്മാർട്ട് കണക്ടിവിറ്റികളും അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റംസും അതുപോലെ 5G കോമ്പാറ്റബിലിറ്റി ഒക്കെ ഈ ഒരു കൺസോളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലെ മോട്ടറിന് ഈ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ പ്ലാറ്റ്ഫോമിന് 18 kWh പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടോഴ്സ് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ പെർഫോമൻസിലുള്ള വണ്ടികൾ വരെ ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ച് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇൻഹൗസ് സോഫ്റ്റ്വെയറോട് കൂടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള MCU ഈ ഒരു മോട്ടറിന് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈൻഡ് ആക്സലറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു മോട്ടർ വെച്ച് സാധിക്കും. അതുപോലെ ഈ ഒരു വണ്ടിയുടെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ മോഡുലാർ ആയിട്ടുള്ള ഒരു ക്രാഡിൽ ഫ്രെയിം ആണ് ഈ ഒരു വണ്ടിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ലൈറ്റർ ആണ്, സ്ട്രോങ്ങർ ആണ്, അതുപോലെ തന്നെ സ്റ്റിഫറും ആണ്. നമ്മുടെ അണീവൻ ആയിട്ടുള്ള റോഡ് സർഫസിൽ നിന്നെല്ലാം തന്നെ പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്രാഡിൽ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈഡർ സേഫ്റ്റി എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു ഫ്രെയിമിന് സാധിക്കും. സബ് അസംബ്ലി ആയിട്ട് വരുന്ന ഈ ഒരു ഫ്രെയിമിന്റെ ഫ്ലെക്സിബിലിറ്റി പല രീതിയിലുള്ള വെഹിക്കിൾ കോൺഫിഗറേഷൻ അക്കോമഡേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു സബ് ഫ്രെയിം സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സബ് ഫ്രെയിംസും സിംഗാംസും കാര്യങ്ങളും എല്ലാം തന്നെ മോഡിഫൈ ചെയ്തുകൊണ്ട് പല സെഗ്മെന്റിലുള്ള മോട്ടോർ സൈക്കിൾസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റ് നല്ല രീതിയിൽ സ്കെയിലബിൾ ആണ്. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാനും സാധിക്കും. നമ്മുടെ നോർമൽ മോട്ടോർ സൈക്കിൾ പോലെ തന്നെ ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്ന രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഈസിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും മെനൂവർ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മോസ്റ്റ് അഡ്വാൻസ്ഡ് ഇന്റഗ്രേറ്റഡ് മോഡുലാർ മോട്ടോർ സൈക്കിൾ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറലായിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഡിസൈൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓല ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു റോഡ്സ്റ്റർ സെഗ്മെൻറ്റിലെ മോട്ടോർ സൈക്കിൾസ് കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇതിൻ്റെ ഡിസൈന്, അതായത് പക്ക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എന്നുള്ള ആ ഒരു ടൈറ്റിൽ ചേരുന്ന രീതിയിലാണ് അവർ ഈ ഒരു മൂന്ന് വണ്ടികളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ കറൻ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ പല വണ്ടികളുടെ മോഡൽസും ഡിസൈൻസും ഒക്കെ മറ്റു വണ്ടികളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടും അല്ലെങ്കിൽ മറ്റു വണ്ടികളുടെ ഡിസൈൻ അതേപോലെ മോക്ക് ചെയ്തെടുത്തിട്ടൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെയും ഒരു യുണീക്കായിട്ട് നിൽക്കുന്നത് നമ്മുടെ അൾട്രാ വയലറ്റിൻ്റെ F77 മാത്രമാണ്. അതും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ KTM RCയുടെ പഴയ മോഡലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അവർ ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാലും അത് പക്ക അവർ ഒരു പ്രോപ്പർ ഇലക്ട്രിക് സൂപ്പർ സ്പോർട്സ് ബൈക്ക് എന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ പ്രോപ്പറായിട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഓലയുടെ മോട്ടോർ സൈക്കിൾസ് കണ്ടപ്പോഴാണ് അതുപോലെയുള്ളൊരു പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടി എന്നുള്ള രീതിയിൽ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അൾട്രാ വയലറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഡിസൈൻ വൈസ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓലയുടെ വണ്ടിയാണ്, പ്രത്യേകിച്ച് ഈ ഒരു റോഡ്സ്റ്ററിലെ ടോപ്പ് വേരിയൻ്റ് ഒക്കെ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് ആണ്. അതായത് പൊതുവെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് ഒക്കെ എക്സ്പെൻസീവാണ്. സ്കൂട്ടേഴ്സ് ആയാലും മോട്ടോർ സൈക്കിൾസ് ആയാലും ഒക്കെ പൊതുവെ എക്സ്പെൻസീവാണ്. പക്ഷേ ഓല ഇത്രയും കാര്യങ്ങളും ഇത്രയും സ്പെക്കും കാര്യങ്ങളും ഇത്രയും ഫീച്ചേഴ്സും പെർഫോമൻസും ഒക്കെ ഉള്ള വണ്ടികൾ ഓല പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ IC എഞ്ചിൻ ഉപയോഗിച്ച് ഓടുന്ന വണ്ടികളുടെ അതേ റേഞ്ചിൽ വരുന്ന പ്രൈസാണ്. ഒരു പെട്രോൾ വണ്ടി വാങ്ങുന്ന അതേ പ്രൈസിന് നമുക്കൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കിട്ടുന്നുള്ളതാണ്. അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു പോയിന്റ്. ഈ രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓല ഈ ഒരു ഇന്ത്യൻ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ മാർക്കറ്റിനൊന്ന് ഇമ്പാക്റ്റ് ചെയ്യാൻ കെൽപ്പുണ്ട് എന്ന്. കാരണം ഇതൊരു മറ്റൊരു റെവല്യൂഷനായി മാറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സ്കൂട്ടർ വന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇത് വന്നാലേ അറിയുള്ളൂ. നമ്മുടെ ഓല അതിൽ തന്നെ കംപ്ലയിൻസും സർവീസൊക്കെ മോശമാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും വന്നു കഴിഞ്ഞാലേ ബാക്കി അതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഫിലോസഫി കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഡിസൈൻ ലൈൻസൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്യൂരിറ്റി, എസൻസ്, മോഡേണിറ്റി പറഞ്ഞിട്ട് കുറച്ച് ഡിസൈൻ ലൈൻസൊക്കെ കൊടുത്തിട്ടൊരു ചെറിയ വീഡിയോ. പിന്നെ ഒരുപാട് ഫ്യൂച്ചർ റെഡി ടെക്നോളജി ആയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഫ്യൂച്ചറിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരും. നേരത്തെ പറഞ്ഞ പോലെ ADAS, അഡ്വാൻസ്ഡ് ഇൻഹൗസ് ABS, അതേപോലെ കോർണറിങ് ABS, വീലി ആൻഡ് സ്റ്റോപ്പി കൺട്രോള്, അതേപോലെ റേസ് മോഡ്സ്, കുറേ ഇൻഫർടൈൻമെൻറ്റ് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ ഗെയിംസും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. ഈ ഒരു റോഡ്സ്റ്റർ സെഗ്മെൻറ്റിൽ 3 വണ്ടികളാണ് ഓല ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റോഡ്സ്റ്റർ X, പിന്നെ ഒന്ന് റോഡ്സ്റ്റർ, ഒരു റോഡ്സ്റ്റർ പ്രോയും. ഈ 3 വണ്ടികളാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ റോഡ്സ്റ്റർ Xും റോഡ്സ്റ്ററും ആണ് ആദ്യം വരിക. റോഡ്സ്റ്റർ പ്രോ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ലോഞ്ച് വരുള്ളൂ. ഇത് 3 ടൈപ്പ് വണ്ടികളായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് റോഡ്സ്റ്റർ X എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സാധാ ഡേ ടു ഡേ കമ്മ്യൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു 110, 125 cc വരുന്ന മോട്ടോർ സൈക്കിൾസിനെ ആ ഒരു സെഗ്മെന്റിലേക്കാണ് വരുന്നത് ഈ റോഡ്സ്റ്റർ X. പിന്നെ റോഡ്സ്റ്റർ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു മിഡ് ലെവൽ കമ്മ്യൂട്ടിങ് സെഗ്മെന്റ്, അതായത് ഒരു 150 cc, 200 cc മോട്ടോർ സൈക്കിൾസ് ഇല്ലേ, ഇപ്പം നമ്മളെ FZ, RTR, 200 NS, പൾസർ, ഇതൊക്കെ വരുന്ന ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ലെവലിലേക്കാണ് ഈ റോഡ്സ്റ്റർ വരിക. അത് കഴിഞ്ഞിട്ടുള്ള വേരിയന്റ് റോഡ്സ്റ്റർ പ്രോ ടോപ്പ് വേരിയന്റ്, അത് വരുമ്പോൾ കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള നേക്കഡ് ബൈക്സ്, അതായത് ഇപ്പോൾ നമ്മുടെ
ഡ്യൂക്ക് 390, ഡോമിനാർ, NS 400 ഇതുപോലത്തെ കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നേക്കഡ് കമ്മ്യൂട്ടർ ബൈക്സ് ഇല്ലേ, അതിലേക്ക് വരുന്നതാണ് റോഡ്സ്റ്റർ പ്രോ. ഇങ്ങനെ 3 ബൈക്സാണ് ഓല അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ മോട്ടോർ സൈക്കിൾസിലേക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ 3 വണ്ടികളിലെ ഏറ്റവും താഴെ വരുന്ന വണ്ടി റോഡ്സ്റ്റർ എക്സ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ 110, 125 cc കമ്മ്യൂട്ടർ ബൈക്സിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന വണ്ടി. ഈ വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണെന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഷാർപ്പ് എഡ്ജോട് കൂടിയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് കണ്ടാൽ തന്നെ കുറച്ചൊരു ചെറിയ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു 110, 125 cc കമ്മ്യൂട്ടിങ്ങിൽ ആ ഒരു റേഞ്ചിൽ വരുന്ന മോട്ടോർ സൈക്കിളിലേക്കാണ് ഇത് വരുന്നതെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ രീതിയിലാണ് ഇതിൻ്റെ സീറ്റും സൈഡ് പാനൽസും സസ്പെൻഷനും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ബാക്കിൽ ട്വിൻ സോക്ക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ LED ലൈറ്റ്സ് ആണ് ഹെഡ്ലൈറ്റ്സ് വരുന്നത്. അത് നമ്മുടെ ഓല സ്കൂട്ടേഴ്സിൽ കണ്ട അതേപോലെ തന്നെയുള്ള 2 പ്രൊജക്ട് ലാമ്പ് വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു ലൈറ്റിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ആ മെയിൻ ഹെഡ്ലൈറ്റിന് തൊട്ട് താഴെ ആയിട്ട് തന്നെ ഒരു DRL സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിൽ സാധാ ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ ചെയിൻ ഡ്രിവൺ ആണ്, നല്ലൊരു ഗ്രാബ് റീൽ കൊടുത്തിട്ടുണ്ട്. സിങ്ങാമ് ബോക്സ് ടൈപ്പ് സിങ്ങാമാണ്, നമ്മുടെ ടിപ്പിക്കൽ കമ്പ്യൂട്ടർ സെഗ്മെന്റിൽ വരുന്ന പോലെ തന്നെ. സീറ്റൊക്കെ കുറച്ചും കൂടെ ബോഡിയിലേക്ക് ബ്ലെൻഡായി വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ടാങ്കിലേക്ക് കുറച്ച് കയറിയിട്ടുള്ള ലോങ്ങർ ആയിട്ടുള്ള സിംഗിൾ സീറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. മിറർ ആയാലും അത്യാവശ്യം ആ ഒരു സ്റ്റൈലിഷ് ഷാർപ്പ് ടച്ച് കിട്ടുന്ന രീതിയിലുള്ള മിറേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് 11 kW പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ്. ഈ ഒരു പവറിൽ ഏകദേശം 200 km റേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ 124 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. 0 to 40 ആക്സിലറേഷൻ ഏകദേശം 2.8 സെക്കൻഡ് കൊണ്ട് 0 to 40 എത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി 3 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്. 2.5 kWh, 3.5 kWh, 4.5 kWh ഈ 3 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ 4.3 ഇഞ്ചിൻ്റെ LCD ഇൻസ്ട്രുമെന്റ് കൺസോളാണ് വരുന്നത്. ഇതല്ലാതെ വരുന്നത് കുറച്ച് ഡിജിറ്റൽ കൺസോളിലൊക്കെ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കോംപ്രഹെൻസീവ് സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടയർ പ്രഷർ അലേർട്ട്സ്, അതേപോലെ ടോ ആൻഡ് തെഫ്റ്റ് ഡിറ്റക്ഷൻ, അതായത് ഇത് ടോ ചെയ്ത് പോവുകയാണെങ്കിലും അറിയാൻ പറ്റും തോന്നുന്നുണ്ട്. പിന്നെ ഫൈൻഡ് യുവർ വെഹിക്കിൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ 2.5 kWh റേറ്റ് വരുന്നത് ഏകദേശം 74,999 ആണ്. അതായത് ഏകദേശം നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 75,000 ആണ് വരുന്നത്. ഇതുപോലെ തന്നെ 3.5 kWh റേറ്റ് വരുന്നത് 85,000 ആണ്. അതേപോലെ 4.5 kWh റേറ്റ് വരുന്നത് ഏകദേശം 1 lakh. അതായത് നോർമൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കമ്മ്യൂട്ടർ ബൈക്സിനൊക്കെ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റോഡ്സ്റ്റർ എക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് റോഡ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ്. ഈ ഒരു വേരിയൻറ്റ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 150 to 100 cc സെഗ്മെൻറ്റ് കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾസിൽ വരുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ ഡിസൈനും ഏകദേശം ആ ഒരു ലെവലിലുള്ള ബൈക്സുകളുടെ ഒക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ സ്റ്റൈലിഷ്ഡ് ആയിട്ട് യൂത്തിനൊക്കെ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കുറച്ചും കൂടി നമുക്ക് ലോങ്ങർ റൈഡ്സ് ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. സൈഡ് വൈസ് ഒക്കെ നോക്കുമ്പോൾ സെഗ്മെന്റിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ട്വിൻ ഹെഡ്ലൈറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു വേരിയന്റിൽ വരുമ്പോൾ DRL സ്ട്രിപ്പ് വരുന്നത് ഹെഡ്ലൈറ്റിന് തൊട്ട് മുകളിലായിട്ടാണ്. പിന്നെ ആ ഒരു കർവ്ഡ് ഡിസൈനും കുറച്ച് ഹൈറ്റിന്റെ ഒക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഏകദേശം സിമിലർ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ നോർമലി വരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ്. ബാക്കിൽ വരുന്നത് മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സബ് ഫ്രെയിം ആണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. സിങ്ങാം നോക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ R15 വരുന്ന പോലത്തെ അലുമിനിയം സിങ്ങാം പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട്. സീറ്റ് ആയാലും ഗ്രാബ് റീൽസ് ഒക്കെ ആയാലും ആ ഒരു രീതിയിലുള്ള ബൈക്സിന് ചേരുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. സൈഡ് പാനൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. വലിയ ടയേഴ്സും ആണ് ഈ ഒരു സെഗ്മെന്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു റോഡ്സ്റ്ററിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് 13 kW പവർ വരുന്ന മോട്ടറാണ്. ഇത് ഏകദേശം 238 km റേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ 126 km/h ടോപ്പ് സ്പീഡും വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയിൽ 0 to 40 ആക്സിലറേഷൻ വരുന്നത് ഏകദേശം 2.2 സെക്കൻഡിലാണ്. അല്ല, ഈ ഒരു വണ്ടി 3 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്. 3.5 kWh,
അവർ, 4.5 kWh, 6 kWh. അതുപോലെ ഈ ഒരു വണ്ടിയിൽ 7 ഇഞ്ച് TFT ഇൻസ്ട്രുമെന്റ് കൺസോളാണ് വരുന്നത്, കുറച്ചും കൂടി വലിയ കൺസോളാണ്. പിന്നെ ഇതിൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്, കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അലോയ് വീലൊക്കെ തന്നെയാണ്. പിന്നെ നോർമലി വരുന്ന പോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജിയും അത് ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കോംപ്രഹെൻസീവ് സേഫ്റ്റി സിസ്റ്റംസ് ഒക്കെ ഈ ഒരു വണ്ടിയിലും വരുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെഗ്മെന്റ് ആണ്, കാരണം കുറച്ചും കൂടെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഡിസൈൻ വൈസ് ആയാലും ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നുന്നുണ്ട്. പിന്നെ മോട്ടോർ സൈക്കിളും ആ ഒരു കുറച്ചൊരു സൈസ് ഫീൽ ചെയ്യണമല്ലോ, അല്ല അതിൻ്റെ ആ ഒരു ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ത്രില്ല് കിട്ടണമെങ്കിൽ. പിന്നെ ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,05,000 അത് 3.5 kWh വരുന്നത് 1,05,000 ആണ്. 4.5 kWh റേറ്റ് വരുന്നത് 1,20,000 ആണ്. 6 kWh വേരിയന്റിന് റേറ്റ് വരുന്നത് 1,40,000 ആണ്. ഇത് മൂന്നാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ള 150-200cc സെഗ്മെന്റിലെ മോട്ടോർ സൈക്കിളിന്റെ അതേ പ്രൈസിംഗ് ആണ് ഈ ഒരു വണ്ടിയിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടീനെ കുറിച്ച്. ഇനി നമുക്ക് ഇതിലെ ടോപ്പ് വേരിയന്റ്, അതായത് റോഡ്സ്റ്റർ പ്രോ, ആ വണ്ടിയെ കുറിച്ച് നോക്കാം. റോഡ്സ്റ്റർ പ്രോന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈ റോഡ്സ്റ്ററിന് കുറച്ചും കൂടെ ഒരു പ്രീമിയം ലെവൽ ഫീൽ ചെയ്യുന്ന, ഒരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ്. കുറച്ചും കൂടെ ഷാർപ്പർ ആയിട്ടുള്ള എഡ്ജ്, കുറച്ചും കൂടെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഈ ബാക്ക് സബ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന രീതിയിലുള്ള സബ് ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു പക്കാ പെർഫോമൻസ് ഓറിയന്റഡ് ബൈക്കാണ്, അതായത് ഒരു മിനി സൂപ്പർ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിലെ ഒരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ അൾട്രാ വയലറ്റിനെക്കാട്ടിലൊക്കെ പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ മറ്റ് രണ്ട് വേരിയന്റിലും കണ്ടുവരുന്ന അതേപോലത്തെ ഉള്ള ഒരു ഡിസൈൻ ആണെങ്കിലും കുറച്ചും കൂടെ തിന്നറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു LED സ്ട്രിപ്പ് ലൈൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റും വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണുമ്പോൾ ആ ഒരു ഷാർപ്പ് ലുക്ക് ഉണ്ട്. ഫ്രണ്ടിലെ സസ്പെൻഷൻ വരുന്നത് USD ഫോക്സ് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഡുവൽ ഡിസ്ക് ആണ് വരുന്നത്, സൂപ്പർ ബൈക്സിലൊക്കെ വരുന്ന പോലെ. ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിംഗിൾ സൈഡഡ് സിംഗാം ആണ് വരുന്നത്, അതായത് കുറച്ചും കൂടെ സൂപ്പർ ബൈക്സിലൊക്കെ വരുന്ന പോലെ ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. സ്പ്ലിറ്റ് സീറ്റ് ടൈപ്പ് ഒരു സീറ്റാണ് വരുന്നത്, അതും ഈ സൂപ്പർ ബൈക്സിലും ഒക്കെ കാണുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പം ഈ ഒരു എൻജിൻ്റെയും അതുപോലെ തന്നെ മോട്ടറിൻ്റെ ഒക്കെ ആ ഒരു പൊസിഷൻ റിസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് പാനലിൽ. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ടെയിൽ സെഷനൊക്കെ വരുന്നത് നമ്മുടെ ടയർ ഹഗ്ഗറിലാണ്, അതായത് ടയർ ഹഗ്ഗറിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് മൗണ്ടുകളും ഇൻഡിക്കേറ്റേഴ്സും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ടെയിൽ സെഷനൊക്കെ അതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റ് ഒക്കെ ആ ഒരു പില്ലിയൻ സീറ്റിൻ്റെ തൊട്ട് താഴെ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ വീൽ ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. വീൽ ബേസിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സ്പെക്സ് ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ടയേഴ്സാണ് സൂപ്പർ ബൈക്സിലൊക്കെ വരുന്ന പോലെ. അതേപോലെ ടാങ്കിൻ്റെ ഡിസൈൻ ആയാലും സൈഡ് പാനൽസിൻ്റെ ഡിസൈൻ ആയാലും എല്ലാം തന്നെ ആ ഒരു സ്പോർട്സ് ലുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 52 kW പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. 105 Nm ടോർക്കും ഈ ഒരു മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 579 km ആണ്. അതുപോലെ ടോപ്പ് സ്പീഡ് വരുന്നത് 194 km/h ആണ്. അതായത് അൾട്രാ വയലറ്റിനെക്കാട്ടിലും ഒരുപാട് മേലെ ഈ ഒരു വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യുന്നതോടുകൂടി അൾട്രാ വയലറ്റിന് വലിയൊരു അടിയാവും, കാരണം പ്രൈസ് ഡിഫറൻസ് അത്രക്കും ഉണ്ട്. പിന്നെ ഈ ഒരു റോഡ്സ്റ്റർ പ്രോയിൽ വരുന്ന ഒരു മെയിൻ ഫീച്ചർ എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ ലിക്വിഡ് കൂൾഡ് മോട്ടർ ആൻഡ് ബാറ്ററിയാണ് വരുന്നത്. അത് ഭയങ്കര ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഈ ഒരു ബാറ്ററിക്കും മോട്ടറിനൊക്കെ ഉള്ള മെയിൻ പ്രശ്നം ഓവർ ഹീറ്റ് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് വരിക കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് സംഭവങ്ങൾ വരുമ്പോൾ. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് 10 ഇഞ്ച് TFT ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ്. 10 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഓവർ സൈസ്ഡ് ആയോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി വരുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നോക്കാം. പക്ക ഒരു പെർഫോമൻസ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വണ്ടീനെ. അതുപോലെ ഈ ഒരു വണ്ടി 8 kWh ബാറ്ററി പാക്കിലും അതേപോലെ 16 kWh ബാറ്ററി പാക്കിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ സ്പെക്കും കാര്യങ്ങളൊന്നും ഓല റിവീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന ബാക്കി ഫീച്ചേഴ്സ്, നമ്മുടെ കൃത്രിമയായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, ആഡാസ് സംഭവങ്ങളൊക്കെ. റോഡ്സ്റ്റർ പ്രോന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 2 lakh ആണ് ഈ ഒരു വണ്ടിയിൽ റേറ്റ് വരുന്നത്. 8 kWh പാക്കിന് 2 lakh ആണ് എക്സ്ഷോറൂം വരുന്നത്. അതേപോലെ 16 kWh വേരിയന്റിന് 2.5 lakh ആണ് റേറ്റ് വരുന്നത്. റേറ്റ് ആണ് ഈ ഓലൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓല
ഓല മോട്ടോർ സൈക്കിൾസിൻ്റെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ എല്ലാ റേറ്റും ഇൻട്രൊഡക്ടറി പ്രൈസാണ്, ലോഞ്ച് പ്രമാണിച്ചുള്ള. ഇപ്പം പൊതുവെ എല്ലാ കമ്പനീസും ചെയ്യുന്ന പോലെയുള്ള ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. അപ്പോൾ ലോഞ്ച് ഇവൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ആക്ച്വൽ പ്രൈസ് ചെറിയൊരു വേരിയേഷനേ ഉണ്ടാവുള്ളൂ. എന്നാലും ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബൈക്സ് തന്നെ ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് ഈ കമ്മ്യൂട്ടർ സെഗ്മെൻ്റ് ആണ്. ഇതിൽ റോഡ്സ്റ്റർ എക്സിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും നമ്മുടെ ഇന്ത്യയിലുള്ള ഹീറോ, ബജാജ്, ഹോണ്ട ഈ 3 കമ്പനീസാണ് മെയിനായിട്ട് കമ്മ്യൂട്ടർ ബൈക്സ്, അതായത് ലോവർ കമ്മ്യൂട്ടർ ബൈക്സ് കീഴടക്കി വെച്ചിട്ടുള്ളത്. മെയിനായിട്ട് 125, 110 cc ബൈക്സ് മെയിനായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ വണ്ടികൾ തന്നെയാണ് കൂടുതലും വിറ്റ് പോകുന്നത് മോട്ടോർ സൈക്കിൾസ് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഇലക്ട്രിക് കമ്മ്യൂട്ടർ ബൈക്സ്. കാരണം A to B ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധികം ഇത് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ട്, കുറച്ചും കൂടെ എക്കണോമിക്കലാവും, വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് പ്രൈസും ഓവർ പ്രൈസ്ഡ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിൽ ഭയങ്കര പക്ക അടിപൊളിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിൽ റോഡ്സ്റ്റർ എക്സ് ആണ് ആദ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് അടുത്ത കൊല്ലം 2025 ജനുവരിയിൽ മുതൽ ഈ റോഡ്സ്റ്റർ എക്സ് ഡെലിവറി തുടങ്ങും. അത് കഴിഞ്ഞ് റോഡ്സ്റ്റർ ആകുമ്പോൾ ഏകദേശം 2025 മാർച്ചോട് കൂടിയിട്ട് റോഡ്സ്റ്റർ ഡെലിവറി തുടങ്ങുമെന്നാണ് കൊടുത്തിട്ടുള്ളത്. റോഡ്സ്റ്റർ പ്രോയിലേക്ക് വരുമ്പം 2026 ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഈ ഒരു വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് വെച്ചിട്ടുള്ളത്. മിക്കവാറും ഈ ഒരു ദീപാവലി ആകുമ്പോഴേക്കും എക്സ്പീരിയൻസ് സെൻറ്റേഴ്സിൽ മിക്കവാറും റോഡ്സ്റ്റർ എക്സും റോഡ്സ്റ്ററൊക്കെ അവർ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ കൊടുക്കാൻ മതി. കാരണം അടുത്ത കൊല്ലം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് നോക്കാൻ പറ്റും. ഈ 3 വേരിയൻറ്റിൽ ഡിസൈൻ വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഈ ഒരു റോഡ്സ്റ്റർ പ്രോ തന്നെയാണ്. പിന്നെ ഡിസൈൻ വൈസും നമ്മൾ പ്രാക്ടിക്കലായിട്ടും രണ്ടും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നുന്നത് റോഡ്സ്റ്റർ ആണ്. ഇനി നേരെ മറിച്ച് പക്ക നമ്മുടെ പോയിന്റ് എ ടു പോയിന്റ് ബി കമ്മ്യൂട്ടർ ബൈക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ റോഡ്സ്റ്റർ എക്സ് ആണ് അടിപൊളി. അപ്പോൾ ഈ 3 വേരിയന്റ് ബൈക്സിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്, അതിൻ്റെതായ സെഗ്മെന്റ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഇവർ ഈ 3 ബൈക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മൊത്തത്തിൽ നോക്കുമ്പം ഓല കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാൻ കാരണം. പിന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾസ് ഒന്നും അല്ലാതെ തന്നെ വേറെ 2 മോട്ടോർ സൈക്കിൾ കൂടെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഓല ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മോട്ടോർ സൈക്കിൾ വരുന്ന ഈ ഒരു സെയിം റോഡ്സ്റ്റർ സെഗ്മെന്റിൽ തന്നെയാണ് ഒരു സ്പോർട്സർ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു സ്പോർട്സ് ബൈക്കിന്റെ റൈഡിംഗ് പൊസിഷനൊക്കെ ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷനോട് കൂടിയിട്ട് ഈ ഒരു സെയിം സെഗ്മെന്റിൽ തന്നെ വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണത്. പിന്നെ വരുന്ന അടുത്തൊരു മോട്ടോർ സൈക്കിൾ പറഞ്ഞാൽ ആരോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പോർട്സ് ബൈക്ക് സെഗ്മെന്റിൽ വരുന്ന ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ. ഈ ഒരു കഴിഞ്ഞ വർഷം ഷോക്കേസ് ചെയ്ത് വന്ന സ്പോർട്സ് മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ വരുന്ന ഒരു വണ്ടിയാണ് ആരോ ഹെഡ്. അതാണ് ഇനി ഈ 2 മോട്ടോർ സൈക്കിളാണ് ഇനി ഈ ഒരു ഓല മോട്ടോർ സൈക്കിൾ ലൈനപ്പിൽ നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ സെഗ്മെന്റിലെ ബൈക്സും ഈ സ്പോർട്സ് ബൈക്കിലെ ഡയമണ്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റും അതുപോലെ തന്നെ ക്രൂസർ മോട്ടോർ സൈക്കിൾസ് ഒക്കെ വരാനുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിൽ വരുമായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓല മിക്കവാറും ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ, ഇന്ത്യൻ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഓലൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ലോഞ്ച് അനൗൺസ്മെന്റ് തന്നെ ആയിരുന്നു ഓലയുടെ ഭാഗത്തുനിന്ന്. നമുക്ക് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ലോഞ്ചൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.